കണക്കുകൾ നോക്കിയാൽ ബംഗാളിനേക്കാൾ ഭരണപാരമ്പര്യം പറയാനുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക്. അതുകൊണ്ട് തന്നെ 4 പതിറ്റാണ്ട് കാലത്തെ ഭരണം നിലനിർത്താൻ പുതുമുഖങ്ങളെ കൂടുതലായ സ്ഥാനാർത്ഥികളാക്കാനാണ് CPM തീരുമാനം. നിലവിലെ മേയർ പോലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവില്ലെന്നാണ് സൂചന. ബംഗാളികൾക്ക് കുറവില്ലാത്ത നാടാണ് നിലവിൽ കോഴിക്കോട്. എവിടെ നോക്കിയാലും ഒരു ബംഗാളിയെങ്കിലും കാണാനാവും. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണപാരമ്പര്യം നോക്കിയാലും ഇടതുപക്ഷം ബംഗാളിനേക്കാൾ ഒരുപടി മുന്നിലാണ്. അതുകൊണ്ട് തന്നെ 4 പതിറ്റാണ്ട് കാലത്തെ കുത്തക നിലനിർത്താൻ പുതുമുഖങ്ങളെ പോർമുഖത്ത് വിന്യസിക്കാനാണ് CPIM തീരുമാനം. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, സ്വീകാര്യരായ ആളുകൾ, വ്യത്യസ്ത പ്രതിഭകൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക. അത് മുൻകൂട്ടി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒട്ടേറെ പുതുമുഖങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. പല പ്രമുഖരും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവില്ല. നിലവിലെ കോർപ്പറേഷൻ മേയർ AK പ്രേമജം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ തുടങ്ങിയവർക്കൊന്നും സീറ്റില്ലെന്നാണ് വിവരം. മേയർ സ്ഥാനത്തേക്കും പൊതുസമ്മതരായ TP ദാസനെയും തോട്ടത്തിൽ രവീന്ദ്രനും അടക്കമുള്ളവരെയാണ് CPIM പരിഗണിക്കുന്നത്. പുതുമുഖങ്ങൾക്ക് മുൻഗണനയുള്ള സ്ഥാനാർത്ഥി പട്ടികയിലൂടെ കോഴിക്കോട്ടെ കുത്തക നിലനിർത്താമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.